ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, 200ഓളം യുദ്ധവിമാനങ്ങൾ, 100ഓളം ഇറാൻ കേന്ദ്രങ്ങൾ, ഏറെ മണിക്കൂറുകളോളം നീണ്ട ആ ആക്രമണം അതെങ്ങനെയെന്ന് ഇസ്രയേൽ സൈന്യം തന്നെ ഓരോന്നോരോന്നായി വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. 100ഓളം കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ പ്രയോഗിച്ചുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതിക്കുണ്ടാക്കിയ ആഘാതമെന്ന് പറയുന്നത് ചെറുതൊന്നും തന്നെ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാൻ്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമായും ഈ വ്യോമാക്രമണം നടത്തിയത്. ഒരു പതിറ്റാണ്ട് കാലത്തിന് അധികമായി നടത്തിയിരുന്ന പദ്ധതി തന്നെയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തിനേറെ പറയുന്നു, ട്രംപ് അടക്കം അതിനുള്ള സൂചന നൽകിയിരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതിക്കെതിരെ ഏറെക്കാലമായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്ന ഇസ്രയേലിന് ഇനി മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ടെഹ്റാന് ചുറ്റുമുള്ള പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങളും ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള നതാൻസ്, തബ്രിസ്, ഈസ്ഫഹാൻ, അരാഖ്, കെർമൻഷാ തുടങ്ങിയ മേഖലകളിലുമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ. അമേരിക്ക ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെ കൂടിയാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു വിഷയം. അമേരിക്കയുമായി രമ്യമായി മുന്നോട്ട് പോകാൻ ഇറാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി തെറ്റിക്കുന്ന ഒരു നടപടിയാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നതെന്നാണ് ഇറാൻ അടക്കം ആരോപിക്കുന്നത്. ഇറാൻ പറയുന്നതനുസരിച്ച് ഇത് അമേരിക്കയുമായി ചേർന്ന് അമേരിക്കയുടെ അറിവോടുകൂടി നടത്തിയ ഒരു ആക്രമണമാണെന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക അതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നുമുണ്ട്. ഇറാനിൽ നിലവിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രതിരോധ സേന തന്നെ ഇക്കാര്യം തെളിവുകളടക്കം പുറത്തുവിടുന്നുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തവണ ഈ ആക്രമണം നടത്തിയതെന്ന് ആക്രമണത്തിന് ശേഷം നെതന്യാഹുവും അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ വർഷങ്ങളായി ഈ ഓപ്പറേഷന് വേണ്ടി ഇസ്രയേൽ തയ്യാറെടുത്തതിൻ്റെ വിശദ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരികയാണ്. ഇറാനിൽ നിലവിൽ 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന തന്നെ പറയുന്നുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആണവ പദ്ധതികളെയും ലക്ഷ്യമിട്ട് തന്നെയാണ് പരിപൂർണമായും ഈ ആക്രമണം നടത്തിയതെന്നും നെതന്യാഹുവും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം തയ്യാറെടുത്ത് തന്നെയാണ് ഇസ്രയേൽ ഇത് നടപ്പിലാക്കിയത്. അതിൻ്റെ വിശദ വിവരങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്നു. ഇസ്രയേലിൽ നിന്നല്ല ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിവരം. മറിച്ച് ഇറാൻ്റെ ഉള്ളിൽ തന്നെ നടത്തിയ ഒരു ആക്രമണം, ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രഹസ്യമായി ഒരു ഡ്രോൺ ബേസ് സ്റ്റേഷൻ ഇസ്രയേൽ സ്ഥാപിച്ചുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേലിനെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ അത്യാധുനികമായ കൃത്യതയാർന്ന പ്രിസൈസ് ആയിട്ടുള്ള ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ച് കമാൻഡോകളെയും ഒക്കെ ഇറാനുള്ളിലേക്ക് കടത്തിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്നത് ഇന്നലെ ഒരു രാത്രി കൊണ്ട് തീരുമാനിച്ച പദ്ധതിയല്ല, മറിച്ച് ഒരു പതിറ്റാണ്ടിൻ്റെ സൂക്ഷ്മമായ തയ്യാറെടുപ്പ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സംയുക്തമായി തന്നെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദും ഇസ്രയേൽ പ്രതിരോധ സേനയും ഇസ്രയേൽ എയർഫോഴ്സും ചേർന്നുകൊണ്ട് തന്നെ നടത്തിയ ഒരാസൂത്രണം തന്നെയാണ് ഇത്. തലസ്ഥാനമായ ടെഹ്റാന് സമീപത്താണ് മൊസാദിൻ്റെ തന്നെ കമാൻഡോകൾ ഡ്രോൺ ബേസ് ഉണ്ടാക്കിയെടുത്തത്. ഈ ഡ്രോണുകളെ രാത്രി സജീവമാക്കി ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട ഭൂതല മിസൈൽ ലോഞ്ചറുകളെ ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്തു. അവയെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ള ആക്രമണം തന്നെയാണ് അവർ നടത്തിയത്. ഇറാനെ തകർക്കാൻ പോകുന്ന ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് മൊസാദ് കടത്തിയിരുന്നു. ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയത് കൊണ്ട് തന്നെയാണ് ഇറാനുള്ളിൽ കടന്നുകൊണ്ട് തന്നെ ഇറാന് നേർക്ക് ആക്രമണം നടത്താൻ ഇസ്രയേലിന് സാധിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നതും. അതിലൂടെ തന്നെ ഇസ്രയേലി പോർമുനകൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒന്നിനെയും ഭയപ്പെടാതെ വ്യോമ മേഖലയിലേക്ക് കടന്നു കയറാനായി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇസ്രയേലിൽ നിന്നും കടന്നു വരുന്ന പോർമുനകളെ ലക്ഷ്യം വെച്ച് ഇറാൻ നിൽക്കുമ്പോൾ ഇറാനുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും അവർ കരുതിയിട്ടുണ്ടാകില്ല. മധ്യ ഇറാനിലെ വിവിധ വിമാനവേധ സംവിധാനങ്ങൾക്ക് നേരെയൊക്കെ തന്നെ മിസൈലുകൾ രഹസ്യമായി സ്ഥാപിച്ച് കൃത്യതയാർന്ന ആക്രമണം നടത്താൻ മൊസാദ് കമാൻഡോകൾക്ക് കഴിഞ്ഞു. മൊസാദിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഒരു ആക്രമണ പദ്ധതിയായി തന്നെയാണ് IDF ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ ചാരന്മാരുടെ ഒക്കെ തന്നെ കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് IDFും മൊസാദും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി അടക്കമുള്ള നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും ഒക്കെ തന്നെ വകവരുത്താനുള്ള ഇന്റലിജൻസ് നിരീക്ഷണം ഇക്കൂട്ടത്തിൽ തന്നെ നടന്നുകൊണ്ടിരുന്നു. അതും സമാന്തരമായി തന്നെ ഇറാന്റെ തന്ത്രപ്രധാന മിസൈൽ ശേഷിയെ തകർക്കാനുള്ള രഹസ്യ ലക്ഷ്യം കൈവരിക്കുന്നതിനൊപ്പം തന്നെ ആണവ പദ്ധതിയുടെ തലതൊട്ടപ്പന്മാർ ആരൊക്കെയാണോ
അതിന് നേതൃത്വം വഹിച്ചത് ആരൊക്കെയാണോ, സുരക്ഷാ തലവന്മാരാരൊക്കെ, ഇതൊക്കെ തന്നെ കൃത്യമായി ലക്ഷ്യമിട്ട് ഒരേ സമയം തന്നെ തീർത്തു കിട്ടുകയായിരുന്നു. IDF-നെ കൂടാതെ തന്നെ പ്രതിരോധ കരാറുകളുടെ കൂടി സഹായത്തോടെയാണ് ഈ രഹസ്യ ഓപ്പറേഷൻ നടത്തിയത്. ഇറാന്റെ സുരക്ഷാ ഇന്റലിജൻസ് നിരീക്ഷണത്തെ വിദഗ്ധമായി കബളിപ്പിച്ച്, ഇന്റലിജൻസ് വിവരങ്ങൾ ഏകോപിപ്പിച്ച്, അവരെ കണ്ണുവെട്ടിച്ചുകൊണ്ട് കമാൻഡോകളെ നിയോഗിച്ച് തന്നെയാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചത്. ഇറാനിൽ 13 ഇസ്രയേൽ ഈ വ്യോമാക്രമണം നടത്തിയതിൽ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തിയെന്നും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞു. 2 ആണവ ശാസ്ത്രജ്ഞർ ഇക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് ബഗേരി എന്ന് പറയുന്നത്. 2016 മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് കൂടിയാണ്. 1980-ലാണ് ബഗേരി സൈന്യത്തിൽ ചേർന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. 2022-23 ഇറാനിൽ നടന്ന ജനകീയ പ്രതിഷേധത്തിനിടയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ബഗേരിക്ക് US, കാനഡ, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവർ ഉപരോധം ഏർപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു. മുഹമ്മദ് ബഗേരിയുടെ മൂത്ത സഹോദരനും IRGC കമാൻഡറുമായിട്ടുള്ള ഹസൻ ബഗേരി ഇറാൻ യുദ്ധത്തിൽ ഇതിനു മുൻപ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുകൂടാതെ ആണവ പദ്ധതികളെ തന്നെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് കൂടി. ഇസ്രയേൽ ആക്രമണത്തിൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് തൊട്ടു പിന്നാലെ ഇറാൻ പ്രഖ്യാപിക്കുകയും ഇസ്രയേലിന് കനത്ത ശിക്ഷ കിട്ടുമെന്ന് ഇറാന്റെ തന്നെ പരമോന്നത നേതാവ് ഖമനേയി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഈ മുന്നറിയിപ്പ് പരമോന്നത നേതാവ് നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. കൈപ്പേറിയതും വേദനാജനകവുമായിട്ടുള്ള തിരിച്ചടിക്ക് ഇസ്രയേൽ കാത്തിരിക്കണമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുന്നറിയിപ്പ്. ശത്രുവിന്റെ ആക്രമണത്തിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരുമൊക്കെ രക്തസാക്ഷികളായി. അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തിരിച്ചടി ഉറപ്പായും ഉണ്ടാകുമെന്നും ഒരു ക്ഷമയും തങ്ങളുടെ ഭാഗത്തു നിന്നും കരുതേണ്ടതില്ല എന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം വേദനാജനകമായൊരു വിധി സ്വയം ഒരുക്കി വെച്ചെന്നും അതവർക്ക് ലഭിക്കുമെന്നുമാണ് ഖമനേയി പറഞ്ഞിരിക്കുന്നത്. മധ്യേഷ്യയിലെ ഈ യുദ്ധസമാന സാഹചര്യത്തിനിടയിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ മടിച്ചിട്ടുമില്ല, അത് നൽകുകയും ചെയ്തു. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയന് മറുപടിയായി 100-ലധികം ഡ്രോണുകളെ ഇറാൻ തന്നെ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ച് കഴിഞ്ഞു. എന്നാൽ അതിനെ ഫലപ്രദമായി തന്നെ വെടിവെച്ചിട്ടുവെന്ന് ഇസ്രയേലും വ്യക്തമാക്കുന്നുണ്ട്. ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യാന്തര വ്യോമപാത ഇതിനോടകം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭീഷണി എന്നൊഴിയുമോ അതുവരെ ഇത് തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ ഭീഷണി ഒഴിയും വരെ തിരിച്ചടി, പ്രത്യാക്രമണം അതിഭീകരമായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്രയേലിനുള്ളിൽ തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഇന്ത്യൻ എംബസി അടക്കം ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിലെയും ഇസ്രയേലിലെയും ഇന്ത്യക്കാരുടെ സുരക്ഷയെ സംബന്ധിച്ചും വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയിൽ ഉൾപ്പെട്ട ആണവ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഫെയ്രുദ്ദീൻ അബ്ബാസി, മുഹമ്മദ് മദി ട്രച്ചി, 6 ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞർ എന്നിവർ കൊല്ലപ്പെട്ടുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ തലവൻ കൂടിയാണ് അബ്ബാസി എന്ന് പറയുന്നത്. കൊല്ലപ്പെട്ട അബ്ബാസ് ഇറാന്റെ ആണവ നയത്തിന്റെ ബുദ്ധികേന്ദ്രമായി തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. 2010 ഒരു കൊലപാതക ശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അബ്ബാസി. അന്നു മുതൽ ഇന്ന് വരെ കടുത്ത സുരക്ഷയായിരുന്നു അബ്ബാസിക്ക് ഒരുക്കിയിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിൽ അബ്ബാസിയെയും കൊലപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ മുതിർന്ന ഉപദേഷ്ടാവ്, ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയായിട്ടുള്ള അലി ഷംഖാനിയും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ വ്യക്തത ഒന്നും തന്നെ വരുന്നില്ല. ഇറാൻ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നുമില്ല. ഇറാന്റെ വ്യത്യസ്ത മേഖലകളിൽ ആണവ കേന്ദ്രങ്ങളടക്കം ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങളെ മുച്ചൂടും മുടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. നതാൻസിലാണ് വലിയ സ്ഫോടന ശബ്ദം ആണവ കേന്ദ്രത്തിൽ നിന്ന് കേട്ടതെന്ന് പറയുന്നു. ടെഹ്റാനിൽ നിന്നും കേവലം 225 കിലോമീറ്റർ അകലെ മാത്രമാണ് നതാൻസ് ഉള്ളത്. കേന്ദ്രത്തിലെ ആണവ വികിരണം വിലയിരുത്താൻ വേണ്ടി ഇറാൻ അധികൃതരുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അടക്കം ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് തങ്ങൾ ഒരു തരത്തിലും പിന്തുണ നൽകിയില്ലെന്ന് അമേരിക്കയും വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചുവെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. ഇറാനെതിരായിട്ടുള്ള ഈ ആക്രമണത്തിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ആവർത്തനം നടത്തുന്നതിനിടയിൽ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് നന്ദി അറിയിച്ചത് ഏറെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഈ ആക്രമണത്തിന് ശേഷം നടത്തിയ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ട്രംപിന് നെതന്യാഹുവിൻ്റെ നന്ദി